وأزكى تحيتي على المصطفى صلوا عليه وسلموا. ഞാൻ സാധാരണ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്യുമ്പോൾ എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ച ആ ഒരു ഇജാസത്ത് അനുസരിച്ച് ഒരു 11 പ്രാവശ്യം തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒറ്റപ്പെട്ടായിട്ട് ചൊല്ലലുണ്ട്. ഒരു 11 സ്വലാത്തും ചൊല്ലാറുണ്ട്. വിഷമം ഇല്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റ് നിന്നിട്ട് അത് ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد سيد المرسلين وعلى آله وأصحابه أئمة المهتدين. اللهم إنا قرأنا مناقب قطبك السيد معين الدين. اللهم بجاهه اغفر لنا الذنوب والآثام واستر لنا عيوبنا ولا تفضحنا في الدنيا ويوم الزحام ولوالدينا وأقاربنا وأحبابنا وذوي الأرحام. اللهم اجعلنا من محب الأولياء واحشرنا غدا في زمرة الأنبياء وادفع عنا شرور الحساد والأعداء وألنا قلوبهم يا ذا العزة والكبرياء. اللهم أعزنا في الدنيا والآخرة ولا تهنا وآمنا من الأهوال والمصيبة. اللهم يسر لنا الأعسار ووسع لنا الأرزاق والطف لنا بألطافك الخفية. اللهم اشف أمراضنا القلبية والجسمية. اللهم اجعلنا ممن ينال عند موتهم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ പലവിധേനയുള്ള ദോഷങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ ഉമ്മാപ്പമാരും ഉസ്താദന്മാരും മശായിഖന്മാരുടെയും എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബാദികളുടെ, ഞങ്ങളുടെ മുഹബ്ബീങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായ പാപങ്ങളൊക്കെയും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്.
ഈ ലോകത്ത് ജീവിക്കുന്ന കാലം നിന്റെ താഴ്ത്തലായിട്ട് ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ നീ വഷളത്തരത്തിലാക്കാതെ, അയ്ബത്തരത്തിലാക്കാതെ, ഫളീഹത്തിലാക്കാതെ ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, പല വിധേനയുള്ള രോഗവാഹകരാണ് ഞങ്ങളിൽ പലരും. പല വിധേനയുള്ള രോഗങ്ങളും ഉള്ളവരാണ്. എല്ലാ രോഗങ്ങൾക്കും ശാഫി നീ മാത്രമാണ്. എല്ലാ രോഗങ്ങളും വിട്ടുമാറ്റി ശിഫയാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ ഒക്കെയും നീ എല്ലാ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. മദ്യപാനം, ചൂതാട്ടം പോലുള്ള ദുഷ്കരമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ നാട്ടാരെയും നീ എല്ലാ ഇടങ്ങാറ് വിഷമങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഗതികേട് തന്ന്, കഷ്ടപ്പാടുകൾ തന്ന്, മുസീബത്തുകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളുടെ എല്ലാ മുഹബ്ബീങ്ങളായ ആൾക്കാരും പല വിധേനയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവർക്കുള്ള പാപങ്ങളൊക്കെയും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അവർക്ക് ഞങ്ങൾക്കും പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. എപ്പോഴും വെട്ടിമുറിക്കുന്ന, മുറിക്കുന്ന, അതല്ലെങ്കിൽ വരണ്ടി കൂട്ടുന്ന തരത്തിലുള്ള മരണം ഞങ്ങൾക്ക് ഒരിക്കലും തരല്ല റബ്ബേ. നിന്റെ ലിഖായിനെ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെയും പ്രദാനം ചെയ്യണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമയിൽ മരണപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. മരണത്തിന് ശേഷം ഖബറിൽ വെച്ച സമയത്ത് എല്ലാ റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഖബറിനെ വിശാലമാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, വലം കയ്യിൽ ഈട് നൽകുന്ന സജ്ജനങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും, ഞങ്ങളുടെ ഉസ്താദന്മാരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഇടത്തെ കയ്യിൽ ഈട് നൽകപ്പെടുന്ന ഹതഭാഗ്യരായ വ്യക്തികളിൽ ഞങ്ങളെ നീ ഒരിക്കലും പെടുത്തല്ല റബ്ബേ. നിന്റെ ലിഖാവിനെ കണ്ടാസ്വദിക്കാനുള്ള സൗഭാഗ്യം തരുന്ന എല്ലാ വിഭാഗങ്ങളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഹസനാത്ത് സയ്യിആത്ത് തൂക്കുന്ന സമയത്ത് ഹസനാത്ത് മുൻതൂക്കമാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കുന്ന സമയത്ത് ഇടിവിന്നറിയും പ്രകാരം വിട്ടുകിടക്കാൻ ഞങ്ങൾക്കൊക്കെയും തൗഫീഖ് നൽകണം അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് ഞങ്ങളെയൊക്കെയും നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. അതിന് തൗഫീഖ് നൽകണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കൈയിൽ കൊണ്ട് ഹൗദുൽ കൗസറിനെ കോരി കുടിപ്പിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണലേകുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, അവസാനം നിന്റെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ജന്നാത്തുൽ ഫിർദൗസിൽ കാലേകാലം താമസിക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ സൗഭാഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അൻബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരും പോകരുത്. നമുക്ക് അൽഹംദുലില്ലാഹ് എന്നുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് പോകും.